ഹായ് ഹലോ എല്ലാവർക്കും ഒരു പഴയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് പഴയൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഫോൺ പൊട്ടിപ്പോയ കാര്യമൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞില്ലായിരുന്നോ. അപ്പം ആ സമയത്ത് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. എൻ്റെ പഴയ ഫോണിൽ എടുത്തു വെച്ച കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇത് പുതിയ ഫോണിലോട്ട് ഈ വീഡിയോ ഒക്കെ എനിക്ക് മാറ്റണമായിരുന്നു. അപ്പോൾ പുതിയ ഫോണിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, മെമ്മറി കാർഡ് ഇല്ല, അങ്ങനത്തെ ഫോണാണ്. അപ്പോൾ എനിക്ക് ലാപ്പ് വഴി അത് റേഷൻ്റെ ലാപ്പ് കൊണ്ടുവന്ന് അതുവഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെയാണ് ഞാൻ ഇതൊന്ന് എൻ്റെ പുതിയ ഫോണിലോട്ട് മാറ്റിയിട്ട് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ വീഡിയോസൊക്കെ കണ്ട ആളുകൾക്ക് മനസ്സിലാവും, എൻ്റെ ചേച്ചിയുടെ അവിടെ പേരമ്മയുടെ അവിടെ ഉത്സവമായിരുന്നു. തലേ ദിവസത്തെ രാത്രി പോയതിൻ്റെയൊക്കെ കാര്യങ്ങളും വെടിക്കെട്ടും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാവുങ്കൽ മൊഹമ്മ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ കാവുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു അമ്പലമുണ്ട്, കാവുങ്കൽ ദേവീ ക്ഷേത്രം. അവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ്. തെക്കേ ചേരുവാരം വടക്കേ ചേരുവാരം, അങ്ങനെ 2 ചേരുവാരത്തിൻ്റെ ഉത്സവമാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടോ, നല്ലൊരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മുടെ ടൗൺ പോലെയൊന്നുമല്ല, കറക്റ്റ് ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഈ ഒരു ഏരിയ കാണാനായിട്ട്. ഞങ്ങൾ അങ്ങോട്ടുള്ള ആ ഒരു ചേർത്തല കഴിഞ്ഞ് ഞങ്ങൾ ഏതൊക്കെയോ ഇടറോഡുകൾ വഴി കയറിയാണ് ഈ പേരമ്മയുടെ വീട്ടിൽ പോകുന്നത് കേട്ടോ. എപ്പോഴും റോഡേ അങ്ങനെ കയറാറില്ല പകൽ സമയത്ത്, കാരണം എനിക്ക് ഈ വഴികൾ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതുപോലെ തെങ്ങും പാടം, പിന്നെ ചീരയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ, കപ്പ, അങ്ങനെ ഒരുപാട് കൃഷികളും കാര്യങ്ങളും, പിന്നെ പഴയ വീടുകൾ കേട്ടോ. നല്ല ഭംഗിയാണ് വീടുകളൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പേരമ്മയുടെ വീട്ടിൽ വന്നു കേട്ടോ. തലേ ദിവസം രാത്രിയിൽ ഞങ്ങൾ അവിടെ ഉത്സവമൊക്കെ ആഘോഷിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പേരമ്മയുടെ വീട്. പേരമ്മയുടെ വീടെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ ചേച്ചിയുണ്ട്. അപ്പം ഉച്ചക്കത്തെ പരിപാടിയൊക്കെ അവിടെ തുടങ്ങി കേട്ടോ. അപ്പം ഞാനാണ് അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. വന്ന് കയറിയ ഉടനെ ഞാൻ മാറി ഇരിക്കാനൊന്നും പോയില്ല, കിച്ചണിലോട്ട് കയറി. കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റായി. ലേറ്റ് ഞങ്ങൾക്ക് മുഖ്യമാണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ ലേറ്റായി കേട്ടോ. അതെടുത്ത് പറയണം, ഇവിടെ ചെന്നാലും ഒന്ന് ലേറ്റ് ആകുന്നൊരു സ്വഭാവം ഞങ്ങൾക്കുണ്ട്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയാക്കി കൊണ്ടുപോകുമ്പോൾ ഇപ്പം കുഞ്ഞുങ്ങളുള്ളവർക്ക് മനസ്സിലാവും അത് ലേറ്റ് ആകും നമ്മൾ അതുങ്ങളെയൊക്കെ റെഡിയാക്കി കൊണ്ട് വരുമ്പോഴത്തേക്കും. അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ എവിടെ ഇരുന്നില്ല, കിച്ചണിലോട്ട് അങ്ങോട്ട് കയറി കേട്ടോ. അപ്പോൾ എൻ്റെ വകയാണ് ബിരിയാണി വെക്കുന്നത്. അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ റൈസൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഒരു പൂക്കാരി ചേച്ചി, നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്നൊരു കാര്യമല്ലേ, കൊട്ടയിൽ പൂ കൊണ്ടുവരുന്നത്. അപ്പോൾ വൈകിട്ട് ഉത്സവത്തിന് പോകണമല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു കേട്ടോ. എല്ലാവർക്കും, എനിക്കും ചേച്ചിക്കും വേണ്ടിയുള്ള മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. ആ സമയം കൊണ്ട് ഇവിടെ ചിക്കൻ കറിയൊക്കെ ആയി. ചിക്കനും ബിരിയാണിയൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ വെച്ചത്. ചേച്ചിയും പേരമ്മയും കൂടെ നിന്ന് ഓരോന്നും അടുപ്പിച്ചും ഹെൽപ്പൊക്കെ ചെയ്തു കേട്ടോ. ബിരിയാണിയൊക്കെ സെറ്റായി. പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് അത്രയ്ക്ക് എനിക്ക് ശരിയായെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമായിരുന്നു. കുറച്ച് ആളുകളുണ്ടായിരുന്നു അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട്. അതുകൊണ്ട് എൻ്റെ അച്ഛനും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വെക്കേണ്ടത് കൊണ്ട് ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. ഞാൻ എപ്പോഴും വീട്ടിൽ കുറച്ചല്ലേ വെക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി ഒരു ഇതായിപ്പോയി കേട്ടോ. സംഭവം സൂപ്പറായിരുന്നു. എന്തൊക്കെയോ കുറച്ച് പോരായ്മകൾ എനിക്ക് തോന്നി. പക്ഷെ ചേച്ചിയും പേരമ്മയൊക്കെ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് ആ ഒരു സംതൃപ്തി ഉണ്ടായില്ല. ഞാൻ എപ്പോഴും വെക്കുന്ന ഒരു രുചി വന്നില്ല കേട്ടോ. പൊന്നുക്കുട്ടി കറങ്ങി അടിച്ച് നടക്കുക. പൊന്നുക്കുട്ടിക്ക് പേരപ്പം, ഗോലി സോഡ, ഐസ്ക്രീം അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പൊന്നുക്കുട്ടി അതൊക്കെ കഴിച്ച് നടക്കണം. കണ്ണൻകുട്ടിയുടെ പാത്താണ് കേട്ടോ ഇതൊക്കെ പൊന്നുക്കുട്ടി കഴിച്ച് നടക്കുന്നത്. ആ നേരം കൊണ്ട് നമ്മുടെ രാജേഷണ്ണൻ ഇലയൊക്കെ തൂത്ത് കഴുകി തുടച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ബിരിയാണി, ചിക്കൻ കറി, പിന്നെ മാങ്ങ അച്ചാർ, പിന്നെ കച്ചമ്പറ, പപ്പടം എല്ലാം സെറ്റായി കേട്ടോ. ഏകദേശം 2 മണിയൊക്കെ ആയി കാണും കേട്ടോ. എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുവാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. വേറെ ആരുടെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അധികം എടുക്കുന്നില്ല കേട്ടോ. ഞാൻ കൂടുതലും എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫാമിലിയിലെ കാര്യങ്ങൾ മാത്രം, ഞാൻ രാജേഷണ്ണൻ കുഞ്ഞുങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കൂടുതലും ഞാൻ കാണിക്കുകയുള്ളൂ കേട്ടോ. മറ്റുള്ളവർക്ക് താല്പര്യക്കുറവുണ്ടോ ഇല്ലയോ, നമ്മൾ പിന്നെ അവരുടെ അനുവാദം ചോദിക്കാൻ നിൽക്കണം. അതിൻ്റെ ഒരു ഇത് കാരണം ഞാൻ അധികം ആരുടെയും ഇതൊന്നും ഞാൻ കാണിക്കില്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ അടുത്ത രീതിയിലുള്ള ഇതൊക്കെ കാണിക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഒരുങ്ങി റെഡിയായി ഞങ്ങൾ ഉത്സവത്തിന് പോവുകയാണ്. വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ച് ബാക്കിലോട്ടായി പോയല്ലേ എൻ്റെ സംസാരം കാരണം. അപ്പോൾ ഉത്സവത്തിന് ഞങ്ങൾ ചെയ്യുന്നു കേട്ടോ. അവിടെ ഫുൾ സെറ്റാണ്, ഉത്സവ പറമ്പ് ഫുൾ ഓണാണ്.
പടയണി ഓരോ ചേരിവാരം അനുസരിച്ചുള്ള ഉത്സവമാണ്. അപ്പം പടയണിയൊക്കെ ദേ വന്ന് കയറി എന്തോ മഹാദേവൻ്റെ രൂപമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പല പല രൂപങ്ങളുണ്ടാക്കിയിട്ടുള്ള പടയണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എല്ലാം നേരത്തെ എന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഇരുട്ടിയിട്ടാണ് ഈ പടയണിയൊക്കെ കയറുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാം നേരത്തെയാണ്. ഇപ്പോൾ ഒരു റൂളുണ്ടല്ലോ 10 മണിക്ക് മുമ്പ് എല്ലാം ക്ലോസ് ചെയ്യണമെന്ന്. അതുകൊണ്ട് പടയണിയൊക്കെ നേരത്തെ തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ഇരുട്ട് സമയത്ത് ഈ പടയണിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ലൈറ്റ് എഫക്റ്റും സൗണ്ടും ആ ഒരു ഇരുട്ടിൽ ഇതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ് അല്ലേ. നല്ല മനോഹരമാണ് കാണാനായിട്ട്. ഇത് മനോഹരമല്ലെന്നല്ല, പക്ഷെ നമ്മൾ ആ ഇരുട്ടിൽ കാണുമ്പോൾ വേറൊരു സുഖമാണ്. ഇത് വെട്ടത്തിലല്ലേ, ഒരു വെളിച്ചമുള്ളൊരു സമയമായതുകൊണ്ട് അത്ര ഒരു സുഖം എനിക്ക് തോന്നിയില്ല കേട്ടോ. അങ്ങനെ കുറേ രൂപങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ ഓരോ പാട്ടോ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിൽ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും കുറേ ഉണ്ട്. അതൊക്കെ അങ്ങനെ പിന്നെ നമ്മുടെ അമ്പലം അലങ്കരിച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അല്ലേ. നല്ലൊരു പ്രത്യേക ഈ ഉത്സവ സമയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ അത് നമ്മുടെ കണ്ണൻകുട്ടൻ എന്തൊക്കെയോ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ വാങ്ങിച്ചു കൊടുക്കുവാണ്. കണ്ണൻകുട്ടൻ്റെയും പൊന്നുകുട്ടിയുടെയും പേരമ്മയും പേരപ്പനും വാച്ച് മതിയെന്ന് അവന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വാച്ച് വാങ്ങിച്ചു കൊടുക്കുവാണ്. ഇതാണ് എൻ്റെ ചേച്ചി കണ്ണൻകുട്ടനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പുറത്ത് പേരമ്മ നിൽപ്പുണ്ട്. പിന്നെ എൻ്റെ ചിറ്റയുണ്ട് കേട്ടോ. അമ്മയുടെ അനിയത്തിയാണ്, പേരമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. ചിറ്റയുണ്ട്. ഞങ്ങളെല്ലാം കൂടെയാണ് കേട്ടോ ഉത്സവത്തിന് പോയത്. അപ്പോൾ ഇങ്ങനെ ഓരോ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണം. വലിയ സംഭവങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ. ആൾക്കൊരു വാച്ച് മതിയെന്ന് പറഞ്ഞു കണ്ണൻകുട്ടൻ. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചതിൻ്റെ എന്തോ എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും രണ്ട് മക്കളും നമ്മളോട് പറഞ്ഞ് വാശി പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഒരു വാച്ച് മതിയെന്ന് പറഞ്ഞു. ഓക്കെ, അത് മതി. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊന്നുകുട്ടിക്കൊരു സ്മാർട്ട് വാച്ച് കഴിഞ്ഞ ദിവസം ചിറ്റപ്പൻ കൊടുത്തായിരുന്നു. അത് കണ്ടപ്പോൾ തൊട്ട് കണ്ണൻകുട്ടനൊരു വാച്ച് വേണം. അതാണ് എനിക്ക് തോന്നുന്നു കണ്ണൻകുട്ടന് വാച്ച് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാച്ച് മേടിച്ചത് കേട്ടോ. അപ്പോൾ അതേ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമൊക്കെയാണ് ഓരോ രൂപങ്ങളായിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഭദ്രകാളിയുടെ രൂപം, പിന്നെ തെയ്യം, പിന്നെ ഒരു സംഭവം കൊണ്ടോ നിറച്ച് കണിക്കൊന്ന കേട്ടോ. വിഷു ആകുമ്പോൾ ഒരൊറ്റ കണിക്കൊന്ന കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലായിടവും പൂത്ത് പൊഴിഞ്ഞു പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ ഇത് എടുത്തിട്ട് കഴിഞ്ഞ മാസമായിരുന്നു കേട്ടോ. നമ്മുടെ മാർച്ച് ഏകദേശം ഒരു ഇടസമയത്തുള്ള ഉത്സവ ഇതാണ്. കുറച്ച് ലേറ്റായി പോയി കേട്ടോ വീഡിയോ ഇടാൻ. ഫോണൊന്ന് പൊട്ടിയത് കൊണ്ടാണ് സംഭവിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം കണ്ടോ, നമ്മുടെ കണ്ണൻകുട്ടൻ ഉറക്കം വന്നിട്ട് വയ്യ. ഉച്ചയ്ക്ക് അവിടെ ആയതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നതല്ലേ. അപ്പോൾ അന്ന് ഉറങ്ങാൻ പറ്റാഞ്ഞുകൊണ്ട് കണ്ണൻകുട്ടൻ നല്ല ഉറക്കമായി. അപ്പോൾ പടയണിയൊക്കെ തുള്ളി അമ്പലത്തിനകത്ത് കയറി കേട്ടോ. നല്ല അടിപൊളി തുള്ളലാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ കൊല്ലം. എൻ്റെ കുഞ്ഞു നാൾ തൊട്ടേ ഏകദേശം എനിക്ക് എൻ്റെ ഓർമ്മ വെച്ചിട്ട് നമ്മുടെ പൊന്നുകുട്ടിയുടെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഈ പടയണി ഇവിടെ കാണാൻ വരുന്നതാണ് കേട്ടോ. എൻ്റെ ഒരു കുട്ടിക്കാലം തൊട്ട് ഞാനിവിടെ പടയണി കാണാൻ വരും. ഞാനും എൻ്റെ അമ്മയും കൂടെ വരും. അങ്ങനെ ഞങ്ങൾ എല്ലാ കൊല്ലവും മാക്സിമം ഞങ്ങൾ ഈ ഒരു ഉത്സവം ഇവിടെ കൂടാറുണ്ട് കേട്ടോ. കാവുങ്കൽ ഉത്സവം ഞങ്ങൾക്ക് അത്ര പ്രാധാന്യമുള്ളതാണ്. എല്ലാ കൊല്ലവും വരും. അപ്പോൾ ഇതുപോലെ കുമ്പോടമല്ല ഇങ്ങനെ അലങ്കരിച്ച് ഇങ്ങനെ നിന്ന് ആമ്പിള്ളേരിങ്ങനെ പുറത്തിങ്ങനെ കെട്ടി വെച്ചിട്ട് നിന്ന് തുള്ളുവാണ്. അതിൽ നിന്ന് ഇങ്ങനെ പേപ്പർ വീഴുന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ഭംഗിയായിട്ട് ഈ പ്രാവശ്യം തോന്നി കേട്ടോ. ഇത്തവണ തൊട്ടാണ് ഞാനിത് കാണുന്നത്. ഉത്സവ പറമ്പുകളിലെല്ലാം ഇതുപോലെ പേപ്പറുകൾ ഇങ്ങനെ ചെറിയ സ്ക്വയർ ഷേപ്പിൽ പേപ്പറുകൾ പല കളറിൽ കട്ട് ചെയ്ത് ഇങ്ങനെ വെതറുക. ഒരു പ്രത്യേക ഭംഗി തോന്നി കേട്ടോ. നമ്മുടെ കണ്ണൻകുട്ടൻ നല്ല ഉറക്കം. ഇതൊന്നും കാണാൻ ആളില്ല. ആൾ നല്ല ഉറക്കം. ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ണൻകുട്ടൻ കിടന്ന് ഉറക്കമാണ്. പൊന്നുകുട്ടിയും പൂവൊക്കെ വെച്ചിട്ടുണ്ട്, ചേച്ചിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരും മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ചിറ്റ കേട്ടോ. എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. മായെന്നാണ് കേട്ടോ പേര്. അപ്പോൾ മായച്ചിറ്റയാണ്. പിന്നെ രാജേഷന് ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് നേരം എല്ലാം കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മുടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ പേപ്പർ ഇതിനകത്ത് കയറ്റിട്ട് ഇവരിങ്ങനെ പൊട്ടിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടിട്ട് കൊതിയാകുന്നതാണ്. ഞങ്ങളുടെ ദിശയിലോട്ട് ഇവർ ചെയ്യുന്നില്ല. ആ സമയത്ത് ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും കൂടെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ പോയി, ചേച്ചിയും ചേട്ടനും കൂടെ പോയി ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. ഐസ്ക്രീം കണ്ണൻകുട്ടൻ ഉറക്കമായത്
ആയതുകൊണ്ടാണ് ഐസ്ക്രീം വാങ്ങിച്ചത്. അപ്പോൾ അതേ ഞങ്ങളുടെ ദിശയിലോട്ടും അത് പൊട്ടിച്ചോട്ടെ. അത് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തത്. ഞാൻ അവരോട് കൈ കാണിച്ചു, ചേട്ടന്മാരെ ഇങ്ങോട്ടും കൂടെ ഒന്ന് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. എനിക്കത് എൻ്റെ വശത്തോട്ടു കൂടി പൊട്ടിച്ച് ഇങ്ങനെ ഇത് ചെയ്യണമെന്ന് ഒരു ഇതായി. കാരണം അത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രത്യേകമല്ലോ, ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം അവരിതുപോലെ ചെയ്ത് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ എന്ത് പാടുപെട്ട വീഡിയോ എടുത്തതെന്ന് അറിയാം. പൊന്നുകുട്ടിയാണ് എഴുന്നേറ്റ് നിന്ന് അങ്ങ് ഭയങ്കര ഹാപ്പി. പൊന്നുകുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ മേത്തോട്ട് ഇങ്ങനെ വീഴുമ്പോൾ പേപ്പറാണ് കേട്ടോ, ഇത് കളർ പേപ്പറുകൾ ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പറമ്പ് മൊത്തം, ഉത്സവപ്പറമ്പ് മൊത്തം ഈ പേപ്പറാണ്. കുട്ടികൾ ഇതൊക്കെ ഇങ്ങനെ കവറിൽ പിറക്കിയിട്ട് ഇങ്ങനെ മേത്തോട്ടിടലും മൊത്തത്തിൽ ബഹളമാണ് അവിടെ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കണ്ണൻകുട്ടൻ ഉണർന്ന് കേട്ടോ. കണ്ണൻകുട്ടൻ ഉണർന്നപ്പോൾ കണ്ണൻകുട്ടനൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഇത് കളിക്കേണ്ട പ്രായമല്ല ആളെങ്കിലും ഒരു കുഞ്ഞി കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു. പൊന്നുകുട്ടിക്ക് പോയി എന്താ പറയുന്ന കിച്ചൺ സെറ്റ്, പേരമ്മ എന്തൊക്കെയോ സാധനങ്ങൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ മേടിച്ചു കൊടുത്തു. പേരമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടും പോരാ. പക്ഷേ പൊന്നുകുട്ടി വല്ലതുമൊക്കെ പറയണ്ടേ, അത് വേണം ഇത് വേണം മറ്റത് വേണം. അവളൊന്നും പറയത്തില്ല. അവൾക്കൊരു കിച്ചൺ സെറ്റ് ഒരു പേനയും മതിയെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പിയാണ്. അങ്ങനെ ഉത്സവമൊക്കെ അടിച്ചു പൊടിച്ചു. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും ഉത്സവം അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ ആഘോഷിച്ചു. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഘോഷം, ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഉത്സവപ്പറമ്പിലിരുന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. കപ്പലണ്ടി, ഐസ്ക്രീം, ബജി അതൊക്കെ കഴിച്ച് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി കുഞ്ഞു കാലം തൊട്ടേ ഉള്ളൊരു കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് പ്രത്യേക സന്തോഷമാണ് കേട്ടോ. കാരണം ഞാൻ കുഞ്ഞിലേ ഇവിടെയൊക്കെ ഉത്സവം കൂടാനൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് വരാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമായൊരു കാര്യമാണ്. അപ്പോൾ വെടിക്കെട്ടൊക്കെ തുടങ്ങിയിട്ടൊക്കെ, വെടിക്കെട്ട് അപ്പുറത്തെ വശത്താണ്, അപ്പുറത്തെ കരക്കാരുടെ ആയതുകൊണ്ട് അപ്പുറത്തെ വശം കുറച്ച് വെടിക്കെട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വെടിക്കെട്ടൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പേരമ്മയുടെ വീട്ടിൽ ചെന്നു. രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കുറച്ച് ലേറ്റായി കേട്ടോ, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 11 മണിയൊക്കെ ആയി. ഞങ്ങളുടെ മുമ്പേ പോലീസ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ മുന്നേ പോലീസ് ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം. ആ സൈഡിൽ കാണുന്ന ലൈക്ക് ഒന്ന് അടിച്ചേക്കണം കേട്ടോ, ഒന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. എല്ലാവരും കാണണം. ബൈ.